ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ജോബ് അപ്ഡേഷനുമായിട്ടാണ്. അതായത് ഇലക്ട്രോണിക്സ് മേഖലയും IT മേഖലയിലും ഉള്ള ബിരുദാനന്തര ബിരുദം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ധാരാളം തൊഴിലവസരം നൽകുന്ന പൊതുമേഖലാ ബാങ്കുകളിലേക്ക് IT ഓഫീസർ എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇത് IBPS ആണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തുള്ള പ്രധാനപ്പെട്ട പൊതുമേഖലാ ബാങ്കിലേക്കുള്ള സ്പെഷ്യലിസ്റ്റ് ഓഫീസർ തസ്തികയിലേക്കാണ് നിയമനം വരുന്നത്. നമുക്ക് ഈ നോട്ടിഫിക്കേഷന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കാം. ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാൻ വേണ്ടുന്ന ഡേറ്റ് അല്ലെങ്കിൽ സമയപരിധി എന്ന് പറയുന്നത് 1/7/2025 മുതൽ 21/7/2025 വരെയാണ്. ഇനി പേയ്മെന്റ് നൽകാനുള്ള അവസരം എന്ന് പറയുന്നതും 1/7/2025 മുതൽ 21/7/2025 വരെയാണ്. അതായത് അപേക്ഷിക്കാനുള്ള അതേ സമയം തന്നെയാണ് പേയ്മെന്റ് നൽകാനും നൽകിയിരിക്കുന്നത്. ഇനിയും നിങ്ങൾക്ക് ഈ അപേക്ഷയ്ക്കുള്ള കോൾ ലെറ്റർ, അതായത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്, അതായത് പ്രിലിമിനറി എക്സാമിനേഷന്റെ കോൾ ലെറ്റർ ഓഗസ്റ്റ് 2025 എത്തും എന്ന് IBPS ഓൾറെഡി പറഞ്ഞിരിക്കുന്നു. ഇനി ഓൺലൈൻ എക്സാമിനേഷൻ ഇപ്പോൾ പ്രിലിമിനറി എക്സാമിനേഷൻ എന്നായിരിക്കും നടക്കുന്നത് ചോദിച്ചാൽ അത് ഓഗസ്റ്റിൽ തന്നെ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ഇനിയും റിസൾട്ട് ഓഫ് ഓൺലൈൻ എക്സാമിനേഷൻ എന്ന് വരുമെന്ന് ചോദിച്ചാൽ അത് സെപ്റ്റംബർ 2025 ഇനിയും നിങ്ങളുടെ കാൾ ലെറ്റർ ഫോർ ഓൺലൈൻ എക്സാമിനേഷൻ മെയിൻ, അതായത് ആദ്യത്തെ എക്സാം ക്ലിയർ ചെയ്തിട്ട് മെയിൻ എക്സാമിനേഷനുള്ള കോൾ ലെറ്റർ വരുന്നത് സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിൽ 2025 പ്രതീക്ഷിക്കാമെന്ന് പറയുന്നു. ഇനിയും ഇതിന്റെ ഓൺലൈൻ എക്സാമിനേഷൻ മെയിൻ നടക്കുന്നത് നവംബർ 2025 ഇനിയും ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്, മെയിൻ എക്സാമിനേഷൻ റിസൾട്ട് വരുന്നത് നവംബർ 2025 ഇനിയും ഇന്റർവ്യൂ ഉണ്ട്, മൂന്നാമത്തെ സെഷനായിട്ട് ഇന്റർവ്യൂ വരുന്നത്, അതിന്റെ ഡേറ്റും ഷെഡ്യൂളും വരുന്നത് ഡിസംബർ 2025 ജനുവരി 2026 ഇനിയും പ്രൊഫഷണൽ അലോട്ട്മെന്റ് നിങ്ങൾക്ക് എന്നത്തേക്ക് പ്രതീക്ഷിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനുവരിയിലും ഫെബ്രുവരിയിലുമായിട്ട് നടക്കുമെന്നുള്ളതാണ്. അതായത് ഇത്തരം പരീക്ഷകൾക്ക് തയ്യാറെടുത്താൽ ഏതാണ്ട് അടുത്ത വർഷത്തോടുകൂടി നിങ്ങൾക്ക് ഒരു അഷ്വേർഡ് ജോലി നിങ്ങളുടെ കയ്യിലിരിക്കും എന്നുള്ളതാണ് മറ്റ് ഗവൺമെന്റ് എക്സാമുകളിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ ബാങ്ക് എക്സാമുകളുടെ ഒരു പ്രത്യേകത. അതായത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രിലിമിനറി മെയിൻസും ഇന്റർവ്യൂയും കടന്ന് നിങ്ങൾക്ക് അടുത്ത വർഷത്തേക്ക് കൃത്യമായി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അഷ്വർ ആയിട്ടുള്ള ഒരു നല്ല സംഖ്യ ശമ്പളം കിട്ടുന്ന ഒരു ജോലി നിങ്ങളുടെ കയ്യിൽ കിട്ടും എന്നത് ഈ ഒരു ജോലിയുടെ അല്ലെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യവും ചിട്ടയുമായ ഒരു പഠനമുണ്ടെങ്കിൽ നല്ല ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഇനിയും ഏതൊക്കെ ബാങ്കുകളിലേക്കാണ് ഈ തസ്തികയിൽ നിയമനം വരുന്നത് നോക്കാം. ആദ്യമായിട്ട് ബാങ്ക് ഓഫ് ബറോഡ, അടുത്ത കനറ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യൻ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധു ബാങ്ക്. ഇത്രയും ബാങ്കുകളിലേക്കാണ് നിയമനങ്ങൾ വരുന്നത്. ഈ ബാങ്കുകളിൽ എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ഉള്ളത്, ഏതൊക്കെ ഇതാണോ വേക്കൻസി ഉള്ളത് അതനുസരിച്ചായിരിക്കും IBPS നിങ്ങളെ അഡ്വൈസ് ചെയ്യുന്നത്. ഏത് ബാങ്ക് വേണം, എന്ത് ബാങ്ക് വേണം എന്നൊക്കെ തീരുമാനിക്കുന്നത് IBPS ആണ്. അപ്പോൾ ഇത്തരം ബാങ്കുകളിലേക്കാണ് നിയമനം ലഭിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമാണ്. ഇത്രയും ബാങ്കുകളാണ് ഈ ഒരു സിനാരിയയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഈ പോസ്റ്റ് എന്താണെന്ന് നോക്കാം. ഇത് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റ് ആണ്. സാധാരണഗതിയിലുള്ള ബാങ്ക് മാനേജർക്ക് തത്തുല്യമായ പോസ്റ്റ് ആണ്. എന്നാൽ നിങ്ങൾക്ക് മറ്റു ജോലികൾ പോലെ വലിയ പ്രഷർ ഇല്ല എന്നത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഇവിടെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 48,480 രൂപയും ഒപ്പം തന്നെ 2,000 രൂപ ഗ്രേഡ് പേയുമാണ് പറയുന്നത്. അതായത് 50,000 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ സാലറി കിട്ടുന്ന ഒരു നല്ല പോസ്റ്റ് ആണ് ഇത് എന്ന് മനസ്സിലാക്കണം. അതായത് ബാങ്ക് ജോലിക്കെല്ലാം വളരെ വലിയ ശമ്പളമാണ്. അതുകൂടാതെ ഇത് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ആയതുകൊണ്ട് തന്നെ ശമ്പളവും കൂടുതലാണ്, നിങ്ങൾക്ക് മറ്റ് അലവൻസുകളും കൂടുതലാണ് എന്ന് ഓർത്തിരിക്കുക. ഇനിയും ഇതിന് അപേക്ഷിക്കാനുള്ള പ്രായപരിധി, ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള മിനിമം പ്രായപരിധി എന്ന് പറഞ്ഞാൽ 20 വയസ്സും മാക്സിമം ഏജ് 30 വയസ്സുമാണ്. 20-നും 30-നും ഇടയിൽ പ്രായപരിധി ഉള്ളവർ മാത്രമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ടത്. എന്നാൽ OBC വിഭാഗങ്ങൾക്ക് 3 വയസ്സ് വരെയും SC/ST വിഭാഗങ്ങൾക്ക് 5 വയസ്സ് വരെയും ഈ ഒരു പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ്. കൂടാതെ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷവും ഇനിയും ഡിഫൻസ് സർവീസിൽ നിന്ന് റിട്ടയർ ആയവർക്ക് 5 വർഷം, അതായത് സർവീസിൽ നിന്ന് റിട്ടയർ ആയ 5 വർഷവും നിങ്ങൾക്ക് ഇളവ് ലഭിക്കുന്നതാണ് എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഇനിയും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ യോഗ്യത വേണം എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് വേണ്ടത്. ആദ്യമായിട്ട് നിങ്ങൾക്ക് 4 വർഷത്തെ BTech ഡിഗ്രി അല്ലെങ്കിൽ BE ഡിഗ്രി ഉണ്ടായിരിക്കണം. അത് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, ഇത്രയും മേഖലകളിൽ നിങ്ങൾക്ക് BTech അല്ലെങ്കിൽ BE ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനിയും നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. അതായത് ഇവിടെ ഓർത്തിരിക്കേണ്ടത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി വേണ്ടത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇത്രയും വിഷയങ്ങളിൽ നിങ്ങൾക്ക് ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ PG ഉണ്ടെങ്കിൽ മാത്രമേ അപേക്ഷിക്കാൻ പറ്റൂ. നിങ്ങൾക്കൊരു BSc ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ഒക്കില്ല എന്ന് മനസ്സിലാക്കുക.
അടുത്തതായിട്ട് ഗ്രാജുവേറ്റ് ഹാവിംഗ് പാസ്ഡ് ഇൻ DOEACC. ഇത് ബി ലെവലിൽ നിങ്ങൾ പാസ് ആയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത്രയും യോഗ്യതയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനിയും ഈ എക്സാമിനേഷന്റെ പാറ്റേൺ മനസ്സിലാക്കണം. ഈ എക്സാമിനേഷൻ പ്രധാനമായിട്ടും 3 ഘട്ടങ്ങളാണ് ഉള്ളത്. ആദ്യമായിട്ട് പ്രിലിമിനറി എക്സാമിനേഷൻ ആണ്, അതിനുശേഷം മെയിൻസ് എക്സാമിനേഷൻ ആണ്. ഈ മെയിൻസ് എക്സാമിനേഷനിൽ നിങ്ങളുടെ കോർ സബ്ജക്ട് ആയിരിക്കും ഇതിനകത്ത് ചോദ്യമായിട്ട് വരുന്നത്. മൂന്നാമതായിട്ട് ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ഈ 3 കടമകളും കടന്ന ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക. ഇവയെല്ലാം 6 മാസത്തിനുള്ളിൽ നടക്കുമെന്നത് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ്. ഇനിയും ഈ എക്സാമിനേഷന്റെ ഘട്ടങ്ങൾ നോക്കാം. അതിൽ പ്രിലിമിനറി എക്സാമിനേഷനിൽ എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചോദ്യങ്ങൾ എന്ന് മനസ്സിലാക്കാം. ആദ്യമായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. ഇതിൽ 50 ചോദ്യങ്ങളും 25 മാർക്കുമാണ് പ്രധാനമായിട്ടും ഉണ്ടായിരിക്കുന്നത്. ഇത് അറ്റൻഡ് ചെയ്യുവാൻ നിങ്ങൾക്ക് 40 മിനിറ്റ് ആണ്. ഇനി റീസണിംഗിൽ 50 ചോദ്യങ്ങളും 50 മാർക്കുമാണുള്ളത്. ഇതിനും 40 മിനിറ്റ് ആണ്. അടുത്തതായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ഇതിന് 50 ക്വസ്റ്റ്യനുകളും 50 മാർക്കുമാണ്. ഇതിന് 40 മിനിറ്റ് ആണുള്ളത്. അങ്ങനെ മൊത്തം 150 ചോദ്യങ്ങളും 125 മാർക്കുമാണ് ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓർക്കുക, ഇത് IBPS എക്സാം ആയതുകൊണ്ട് തന്നെ സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഓരോ സെക്ഷനും തീർത്ത് മാത്രമേ നിങ്ങൾക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്ന സെക്ഷനുകൾ കംപ്ലീറ്റ് ചെയ്ത ശേഷം അടുത്ത സെക്ഷനിലേക്ക് പോകാൻ പറ്റും. അടുത്തതായിട്ട് മെയിൻ എക്സാമിനേഷൻ ആണ്. മെയിൻ എക്സാമിനേഷനിൽ പ്രധാനമായിട്ടും 60 ക്വസ്റ്റ്യനുകളും 60 മാർക്കുമാണ് ക്യാരി ഓവർ ചെയ്യുന്നത്. ഈ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ലഭിക്കുന്നതായിരിക്കും. ഇതിന് 45 മിനിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇതിൽ പ്രധാനമായിട്ടും നിങ്ങളുടെ പ്രൊഫഷണൽ നോളജ് ആയിരിക്കും വളക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണോ നടക്കുന്നത് ആ ഒരു വിഷയത്തിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ നടക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന വേക്കൻസികളാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെയുള്ള പൊതുമേഖലാ ബാങ്കുകളിലേക്കാണ് വേക്കൻസികൾ വരുന്നത്. അതിൽ ചില ബാങ്കുകളിൽ വേക്കൻസി ഉണ്ടാവും, ചില ബാങ്കുകളിൽ വേക്കൻസി ഉണ്ടാകില്ല. അത് അതാത് കാലങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചായിരിക്കും നിയമനങ്ങൾ നടക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടോട്ടൽ വേക്കൻസി എത്രയുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും ടോട്ടൽ വേക്കൻസി 203 വേക്കൻസിയാണുള്ളത്. ഇതിൽ തന്നെ അൺറിസർവ്ഡ് കമ്മ്യൂണിറ്റിക്കായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന 86 വേക്കൻസികളും EWS വേക്കൻസി ആയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന 20 വേക്കൻസികളും OBCക്ക് 53 വേക്കൻസികളും STക്ക് 14 വേക്കൻസികളും SCക്ക് 30 വേക്കൻസികളുമാണ്. അങ്ങനെയാണ് 203 വേക്കൻസികൾ ഉള്ളത്. ഇത്തരം പോസ്റ്റുകളിൽ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക, നിങ്ങളുടെ ഏതാണോ കമ്മ്യൂണിറ്റി, ഏതാണോ കാറ്റഗറി, അതനുസരിച്ചുള്ള എല്ലാ ബെനിഫിറ്റ്സും നിങ്ങൾ കരസ്ഥമാക്കി തന്നെ നിങ്ങൾ പരീക്ഷ അപ്രോച്ച് ചെയ്യാൻ നോക്കുക. അതായത് നിങ്ങൾ EWS ആണെങ്കിൽ അതിന് എലിജിബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിന്റെ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് വെച്ച് തന്നെ അപേക്ഷിക്കുക. കാരണം ഈ ഒരു ഡെഡിക്കേറ്റഡ് വേക്കൻസി നിങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്നതാണ്, അത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അല്ലാതെ നിങ്ങൾ ജനറൽ എന്നൊരു കാറ്റഗറിയിൽ ഒരിക്കലും അപേക്ഷിക്കാൻ പാടില്ല. അത് OBC ആണെങ്കിലും SC ആണെങ്കിലും ST ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഇതിന് മതിയായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ലഭിക്കും എന്നതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുവാൻ കാരണം. ഇനിയും ഇതിന്റെ അപേക്ഷാ ഫീസിനെ പറ്റിയാണ്. ഇവിടെ SC ST വിഭാഗങ്ങൾക്ക് GST ഉൾപ്പെടെ നിങ്ങൾക്ക് നൽകേണ്ടുന്ന ഫീസ് എന്ന് പറഞ്ഞാൽ 175 രൂപയാണ്. എന്നാൽ അതർ വിഭാഗങ്ങൾക്കെല്ലാം GST ഉൾപ്പെടെ 850 രൂപയും ഫീസായി നൽകണം എന്നുള്ളത് അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമാണ്. മറക്കേണ്ട, നിങ്ങളുടെ അപേക്ഷ ഇടുന്ന ആ ഡേറ്റുകൾക്കുള്ളിൽ തന്നെയാണ് നിങ്ങളുടെ ഫീസ് അടയ്ക്കേണ്ടുന്ന ഡേറ്റും. ഇതിന് എക്സ്ട്രാ സമയമൊന്നും IBPS നിങ്ങൾക്ക് അനുവദിച്ചിട്ടില്ല. ഇനിയും എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്? നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാൻ ഓഫ്ലൈൻ മെത്തേഡുകളൊന്നും ഇല്ല എന്ന് ഓർത്തിരിക്കുക. നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഈ നൽകിയിരിക്കുന്ന ലിങ്കാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത്. ഈ ഒരു ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ടാവും. ഇതുവഴി കയറി നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓർക്കുക, ഒരു ടെക്നിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് നല്ല ശമ്പളത്തോടു കൂടി നല്ല സെക്യൂരിറ്റി ഉള്ള ഒരു ജോലിയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു തയ്യാറെടുപ്പുകളോടുകൂടി തന്നെ നിങ്ങൾ ഈ ഒരു എക്സാമിനേഷൻ തയ്യാറെടുക്കുക. മാത്രമല്ല ഏണസ്റ്റ് അക്കാഡമിയിൽ ഈ ഒരു കോഴ്സ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനും ഒപ്പം തന്നെ കൃത്യമായി പഠിച്ചു തുടങ്ങുന്നതിനും നിങ്ങൾക്ക് താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയും ഈ താഴെ നൽകിയിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പം എല്ലാവർക്കും വിജയാശംസകൾ. നന്നായി പഠിച്ച് നല്ലൊരു ജോലി നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.